അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകിയിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭിച്ച ശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും. അതേസമയം വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്ന്. ജിഷ്ണു, ഇപ്പോൾ മലയാളി നഴ്സ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ജി നായരുടെ സഹോദരൻ അവിടെ എത്തി DNA സാമ്പിൾ നൽകിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാക്കു പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്, അല്ലേ? ദേവിക, ഞാനിപ്പോഴുള്ളത് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ്. സിവിൽ ആശുപത്രിയിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൗണ്ടറിൻ്റെ ഉള്ളിലാണ് ഈ മരിച്ചവരുടെ ബന്ധുക്കൾ എത്തി സാമ്പിളുകൾ നൽകേണ്ടത്. നമ്മൾ രാവിലെ 8 മണിയോടുകൂടി മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരനൊപ്പം നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ എത്തി സാമ്പിൾ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾ നൽകിയിരുന്നു. 48 മുതൽ 72 മണിക്കൂർ വരെയും ഈ സാമ്പിളിൻ്റെ പരിശോധനാ ഫലം ലഭിക്കാൻ കാത്തിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് ഈ രഞ്ജിതയുടെ സഹോദരൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ യാത്ര ചെയ്യുന്നതിനൊപ്പം ആശുപത്രിയിലെ ക്രമീകരണങ്ങൾ നടപടികൾ പൂർത്തിയാക്കുന്നതിനും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ഈ മരിച്ച ബന്ധുക്കൾക്കൊപ്പം ഓരോ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും അവർ അത് അനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുമുണ്ട്. നിലവിൽ ഈ സിവിൽ ആശുപത്രി അല്പസമയങ്ങൾക്ക് മുൻപ് ചില വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ ഈ ഒരു അപകടം നടന്നതിന് ശേഷം ആദ്യമായാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വരുന്നത്. അതായത് പരിക്കേറ്റ് ചികിത്സയിലുള്ളത് 32 പേരാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. 32 പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. അതിൽ അതീവ ഗുരുതരമായി ICUവിൽ തുടരുന്ന ആളുകളുണ്ട്. ആ വിശദാംശങ്ങൾ ഇവിടെ നോട്ടീസ് ബോർഡിൽ, അതായത് നോട്ടീസായി തന്നെ ആശുപത്രി അധികൃതർ പതിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി 32 പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. എത്ര പേര് ഏതൊക്കെ വാർഡുകളിലാണ് ഉള്ളത് എന്ന് സംബന്ധിച്ച്, അതായത് ജനറൽ വാർഡ് 8-ൽ 6 പേരും, കൂടാതെ E4-ൽ ഒരാളും, E1-ൽ ഒരാൾ, C7-ൽ ഇത്രയും പേരുൾപ്പെടെയും, കൂടാതെ ICU വാർഡിൽ ഒരാളും ഉൾപ്പെടെ 32 പേരാണ് ഇവിടെ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്ന് ഇപ്പോൾ ആശുപത്രി അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ആ നോട്ടീസിൽ തന്നെ വളരെ കൃത്യമായി ഇന്ന് രാവിലെ 5 മണി വരെയുള്ള ഈ പേഷ്യൻസിന്, അതായത് ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 5 മണി വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇത്തരത്തിൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ പുറത്ത് നൽകിയിട്ടുള്ളത്. ഇവിടെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കാരണം മരിച്ചവരുടെ ബന്ധുക്കൾ, ഒപ്പം പരിക്കേറ്റവരുടെ ബന്ധുക്കൾ, കാണാതായ ചില ആളുകളെ കാണാതായി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന ആളുകൾ, അതിൻ്റെ സമീപത്തെ വീടുകളിലെയോ കടകളിലെയോ ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ, അവരെ കാണാനില്ല എന്ന് പറഞ്ഞ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് സിവിൽ ആശുപത്രിയിൽ പുരോഗമിക്കുന്നത്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ തന്നെ നൽകിയിരുന്നു. അതിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സിവിൽ ആശുപത്രിയിൽ ഈ അപകടം നടന്നയുടൻ ആ സമയത്ത് ഏകദേശം 60ഓളം ആളുകളെ പരിക്കേറ്റ് ചികിത്സയിൽ ഉണ്ടായിരുന്നു. ആ കണക്ക് നേരത്തെ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പലർക്കും, ചിലർക്ക് കാല് ഒടിവ് വന്നതും അത്തരത്തിൽ കയ്യിൽ ഫ്രാക്ചർ വന്നതുമെല്ലാം പ്ലാസ്റ്റർ ഇട്ടുകൊണ്ടും തൽക്കാലം ആശുപത്രിയിൽ നിന്ന് പോകാൻ സാധിക്കുന്ന, ഇത്തരവിടെ കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത പരിക്ക് പറ്റിയ ആളുകളെല്ലാം തന്നെ വിട്ടയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിലവിൽ 32 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് എന്നിപ്പോഴും സിവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ 214-ലധികം DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. 48 മുതൽ 72 മണിക്കൂർ വരെ ആ പരിശോധനാ ഫലം ലഭിക്കാനെടുക്കും. ആ പരിശോധനാ ഫലം ലഭിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പോലീസിൻ്റെ അനുവാദത്തോടു കൂടിയായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ഇവിടെ നമ്മോട് സംസാരിച്ചിരുന്നു, മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ വേളയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായി ഈ DNA പരിശോധനയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളും ഹോസ്പിറ്റലിൻ്റെ നടപടികളും പൂർത്തിയാക്കും. ശേഷം പോലീസിൻ്റെ അനുമതിയോടുകൂടി ബ്ലഡ് റിലേഷനിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും 32 പേർ നിലവിൽ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കൂടാതെ മരിച്ചവരുടെ മൃതദേഹങ്ങളും ഇതേ
ഇതേ ആശുപത്രിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അവരുടെ ബന്ധുക്കൾ എത്തിക്കൊണ്ട് എനിക്ക് പിറകിൽ കാണുന്ന ഈ കൗണ്ടറിലാണ്, ഇതിലൂടെ പോയിട്ടാണ് അകത്താണ് ഈ DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകേണ്ടത്. മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ സഹോദരൻ രാവിലെ 6:50 കൂടിയാണ് വിമാനത്താവളത്തിൽ എത്തിയത്. തുടർന്ന് നേരെ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരോടൊപ്പം ഇവിടെ ആശുപത്രിയിലേക്ക് എത്തുകയും ഇവിടെ DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകുകയും ചെയ്തിരുന്നു. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് 32 പേർ ചികിത്സയിലുണ്ട് എന്നാണ് വ്യക്തമാക്കിയത്. ഒപ്പം സംഭവ സ്ഥലത്ത് നിലവിൽ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ ആ ലൈവ് ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. വിമാനത്തിൻ്റെ പിറകുവശം കെട്ടിടത്തിൻ്റെ മുകളിൽ കത്താതെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ വിമാനത്തിൻ്റെ ബാക്കി മുഴുവൻ ഭാഗവും അഗ്നിക്കിരയാകുകയും പിറകുവശം ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് ലൈവായി എത്തിച്ചിരുന്നു. അത്തരത്തിൽ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ നിന്നും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒപ്പം അപകടാവസ്ഥയിലുള്ള ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുമെല്ലാം നീക്കുന്ന പ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. അവിടെ ഫോറൻസിക് വിഭാഗം, ATS, കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസി, വിവിധ ഏജൻസികൾ വിവിധ തലത്തിലുള്ള പരിശോധനകൾ, ശാസ്ത്രീയ പരിശോധനകൾ, ഈ അപകടം നടന്ന സ്ഥലത്ത് മണിക്കൂറുകൾ നീണ്ടുന്ന പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഒപ്പം ശരീരഭാഗങ്ങൾ അപകടം നടന്ന സംഭവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ദേശീയ ദുരന്ത നിവാരണ സേന ഈ അവിടെ നിന്ന് അവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനി മനുഷ്യ ശരീരമുണ്ടോ എന്ന പരിശോധന കൂടി നടത്തിയിട്ടാണ് ആ അപകട സ്ഥലത്ത് നിന്ന് വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാറ്റുന്നത്. ആ നടപടി സംഭവ സ്ഥലത്ത് തുടരുകയാണ്. ആശുപത്രിയിൽ DNA പരിശോധന നടത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും പുരോഗമിക്കുകയാണ്. ദേവിക.